നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. ജീവിതത്തിൽ നിലവിലുള്ള അവസ്ഥ ഒന്ന് മാറി ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ജീവിതത്തിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള വീഡിയോസാണ് നാം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2025 എന്ന പുതുവത്സരത്തെ സന്തോഷകരമായ ഒരു ഭാഗ്യവർഷമാക്കി മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളാണ് നാം നിലവിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നമ്മളെല്ലാവരും ഒരുപാട് തീരുമാനങ്ങൾ എടുക്കും, പക്ഷെ അത് പൂർത്തീകരിക്കാൻ കഴിയില്ല. ഇന്നു മുതൽ ഞാൻ ഇന്നത് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ ചെയ്യാൻ തുടങ്ങുകയും എന്നാൽ അത് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കാറില്ല. ഒട്ടനവധി സ്വപ്നങ്ങളുണ്ട്, അതിനുവേണ്ടി പ്രയത്നിക്കാൻ നമ്മൾ തയ്യാറുമാണ്. പക്ഷെ പ്രവർത്തിച്ചു തുടങ്ങിയാൽ നമ്മളറിയാതെ നമ്മുടെ ആ മോട്ടിവേഷന്റെ ലെവൽ താഴുകയും ആ പ്രവർത്തനം അവിടെ നിശ്ചലമാകുകയും ചെയ്യും. ഒന്നും വിചാരിച്ചതൊന്നും നടക്കാത്ത അവസ്ഥ. നമ്മളെല്ലാം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ്. അതിൽ നിന്നൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ അറിയേണ്ട ഒരു സത്യം, നമ്മൾ പലതും ചെയ്യാൻ ശ്രമിക്കുകയും അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു തുടങ്ങുകയും ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നത് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നാണ്. നമ്മൾ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടി കഠിനമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാകുകയും ഒക്കെ ചെയ്യുന്നുവെങ്കിലും പലപ്പോഴും നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ, നമ്മൾ ചെയ്യുന്ന ഒന്നും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നില്ല. അതിന് കാരണം നമ്മളത് ചെയ്തു തുടങ്ങുമ്പോൾ പോലും, ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും, കഠിനമായി അധ്വാനിക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സ് പറയുന്നത് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നതുകൊണ്ടാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ എത്ര അധ്വാനിച്ചിട്ടും, ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് ആഗ്രഹിച്ചു, അതിനുവേണ്ടി ഒരുപാട് തവണ നാം പ്രവർത്തിക്കുന്നുവെങ്കിൽ പോലും നമുക്കത് ചെയ്യാൻ കഴിയാത്തത്. അവിടെയാണ് നമ്മൾ ന്യൂറോ സയൻസിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അതായിത്തീരും നമ്മൾ എന്ന് പറയാറുണ്ട്. ന്യൂറോ സയൻസ് വ്യക്തമാക്കുന്നത് നമ്മുടെ സ്വഭാവങ്ങൾ രൂപപ്പെടുന്നതും നമ്മുടെ പ്രവർത്തികളുടെ ഫലം എന്നതും നമ്മുടെ ചിന്തയുടെ ഭാഗമാണ്. അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ചെറുപ്പകാലത്തിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന്, പാരന്റിങ്ങിൽ നിന്ന്, നാം കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളിൽ നിന്ന് നാം സ്വയം നമ്മുടെ വിശ്വാസമായി മാറിയ, നമ്മുടെ ബിലീവായി മാറിയ കാര്യങ്ങളാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ളത്. നാം ചലിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, സംസാരിക്കുന്നത്, ചിന്തിക്കുന്നത് എല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ നിന്നുള്ള എക്സ്പീരിയൻസിൽ നിന്ന് നാം നമ്മുടേതായ വിശ്വാസങ്ങളാക്കി മാറ്റിയ കാര്യങ്ങളുടെ ഫലം കൊണ്ടാണ്. അതാണ് നമ്മൾ ഇപ്പോൾ നമ്മുടെ കോൺഷ്യസ് ആയിട്ടുള്ള ബോധ മനസ്സിലെടുക്കുന്ന തീരുമാനങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയോ പൂർത്തീകരിക്കാൻ കഴിയുകയോ ചെയ്യാത്തത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള നെഗറ്റീവ് ചിന്തകളെ, നെഗറ്റീവ് വിശ്വാസങ്ങളെ നമ്മൾ പുനർനിർമ്മിക്കുകയും അതിനെ റീപ്ലേസ് ചെയ്യുകയും റീവയറിംഗ് ചെയ്യുകയും ഒക്കെ വേണം. ന്യൂറോ സയൻസ് പറയുന്നത് റിപ്പീറ്റേറ്റീവ് ആയിട്ട് നാം ഒരു കാര്യം പറയുകയോ ചെയ്യുകയോ ചിന്തിക്കുകയോ ചെയ്യുമ്പോൾ അതുവഴി ഒരു ന്യൂറോ പാത്വേ സൃഷ്ടിക്കപ്പെടുകയും, ഒരു വഴി നമ്മൾ പലപ്പോഴും കാണാറില്ലേ, നിരന്തരമായി നാം ഒരു പറമ്പിലൂടെ നടക്കുമ്പോൾ അവിടെ പുല്ലു മുളക്കാതെ ഒരു വഴിയായി രൂപപ്പെടുന്നത് പോലെ നമ്മുടെ മനസ്സിലും അതിലേക്കുള്ള ഒരു വഴിയായി നാം രൂപപ്പെടും. അങ്ങനെ അതിനുശേഷം നമ്മൾ ഏത് പുതിയ വഴികൾ കണ്ടെത്തിയാൽ പോലും ആ ഒരു പഴയ വഴിയിലൂടെ തന്നെയായിരിക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പോകുക. നമ്മുടെ ബോധമനസ്സ് ചിന്തിക്കുന്നത് പോലെയല്ല, ഒരു ഫിൽറ്ററിംഗ് നടത്തിയിട്ടാണ് അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്, നമ്മുടെ സ്വഭാവമായി മാറുന്ന, നമ്മുടെ സ്വരൂപമായി മാറുന്ന സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് പോകുക. അത് നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ ഒക്കെയുള്ള ചില ഫിൽറ്ററിങ്ങിലൂടെയാണ് അങ്ങോട്ടെത്തുന്നത്. അതാണ് അവിടെ അടിഞ്ഞുകൂടുന്നത്. ആ അടിഞ്ഞുകൂടുന്നതിന്റെ ഫലമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആ സബ് കോൺഷ്യസ് മൈൻഡിൽ അതിനെക്കുറിച്ച് നമ്മുടെ ധാരണ എന്താണ്, അതാണ്. നമുക്ക് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ച എക്സ്പീരിയൻസിൽ നിന്ന് അത് കൂടി കൂട്ടിക്കൊണ്ടാണ് നാം പലപ്പോഴും പല കാര്യങ്ങളും ചിന്തിക്കുക.
അത് നമ്മൾ നിരന്തരമായി നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. നമുക്കൊന്നും അതിന് സാധിക്കില്ല, നമ്മളെപ്പോലുള്ള ആളുകൾക്ക് പറഞ്ഞ പണിയല്ല ഇത്, അല്ല എങ്കിൽ ഞാനൊരു പരാജയമാണ്, ഞാൻ എന്തു ചെയ്താലും പരാജയപ്പെടുന്ന ഒരാളാണ്, അല്ല എങ്കിൽ ഞാനൊരു ഭാഗ്യം കെട്ട ആളാണ് എന്ന രീതിയിലൊക്കെ നെഗറ്റീവായിട്ടാണ് നമ്മൾ പലപ്പോഴും നമ്മളോട് സംസാരിക്കുക. ഇതിനെ റീപ്ലേസ് ചെയ്യുക എന്നതാണ് മൈൻഡ് റീപ്രോഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മൈൻഡിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള നെഗറ്റീവ് ചിന്തകളെ നമ്മൾ മാറ്റുകയും അതിന് പകരം പോസിറ്റീവിനെ നമ്മൾ അവിടെ റീപ്ലേസ് ചെയ്യുകയും വേണം. അതെങ്ങനെയാണ് സാധിക്കുക? നമ്മൾ നിരന്തരമായി നമ്മളോട് തന്നെ പറഞ്ഞു പഠിപ്പിക്കുക, പറഞ്ഞ് നാം ശീലിക്കുക. നമ്മൾ ഏത് വിഷയത്തിലാണോ വീക്ക്നെസ്, നമ്മളൊരു പേടിയുള്ള ആളാണ് എങ്കിൽ നമ്മളോട് തന്നെ പറയേണ്ടത്, സെൽഫ് ടോക്ക് നടത്തേണ്ടത്, അഫർമേഷൻ നടത്തേണ്ടത്, എനിക്ക് നല്ല ധൈര്യമുള്ള ആളാണ് ഞാൻ, നല്ല ധൈര്യശാലിയാണ് ഞാൻ, എനിക്ക് ഒന്നിനെയും പേടിയില്ല, എല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെടാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കുണ്ട് എന്ന തരത്തിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും സെൽഫ് ടോക്ക് നടത്തുകയും അഫർമേഷൻ നടത്തുകയും ചെയ്യുക. അത് കാലാന്തരങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ ഒരു പാത്വേ സൃഷ്ടിക്കുകയും അതിലൂടെ നമ്മുടെ ലോജിക്കായി ചിന്തിക്കാത്ത നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇത് ശരിയാണ് എന്ന് വിശ്വസിക്കുകയും അതനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെ പിന്നീട് ചിട്ടപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ ഈ ഡെയിലി അഫർമേഷൻസ്, പോസിറ്റീവ് അഫർമേഷൻസ് നാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. ന്യൂറോ സയന്റിസ്റ്റുകൾ പറയുന്നത് 21 ദിവസം തുടർച്ചയായി ഉറച്ച വിശ്വാസത്തോടെ നാം ജപിക്കുന്നത് പോലെയല്ല, ഉറച്ച വിശ്വാസത്തോടു കൂടി ഉറച്ച ഭാഷയിൽ തന്നെ നമ്മൾ സ്വയം പറയുക, ഞാൻ പോസിറ്റീവാണ്, ഞാൻ പവർഫുൾ ആണ്, ഞാൻ കോൺഫിഡന്റ് ആണ്, ഞാൻ നല്ല ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്, എനിക്ക് ആത്മവിശ്വാസത്തോടു കൂടി എന്ത് കാര്യങ്ങൾ ചെയ്യാനും കഴിയും, ആരുടെ മുന്നിലും തൻ്റെ ഇടത്തോടു കൂടി നിന്നുകൊണ്ട് എന്തും ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കുണ്ട് എന്ന അർത്ഥത്തിൽ നാം നിരന്തരമായി പറയുക. ഇതിന് ഏറ്റവും നല്ല ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നാം കുറച്ച് പോസിറ്റീവ് അഫർമേഷൻസ് നാം സെറ്റ് ചെയ്യുകയും ഏതൊക്കെ മേഖലയിലാണ് നമുക്ക് വീക്ക്നെസ് ഉള്ളത്, കുറവുള്ളത്, നെഗറ്റീവ് തോട്ട്സ് ഉള്ളത്, ആ മേഖലകളെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അതിനെ പോസിറ്റീവ് ആക്കിക്കൊണ്ട് പോസിറ്റീവ് അഫർമേഷൻസ് നാം സെറ്റ് ചെയ്യുകയും അവയെ നാം കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട്, അതിന് മിറർ ടോക്ക് എന്ന് പറയും, കണ്ണാടിയിലെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മളോട് തന്നെ നോക്കിക്കൊണ്ട് നാം പറയുക, ഐ ആം പോസിറ്റീവ്, ഐ ആം പവർഫുൾ, ഐ ആം സ്ട്രോങ്, ഐ ആം സക്സസ്ഫുൾ. അങ്ങനെ നാം നിരന്തരമായി നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുക, ഓരോ ദിവസവും ഞാൻ സക്സസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്നു, ഓരോ ദിവസവും ഓരോ നിമിഷവും ഞാൻ പവർഫുൾ ആയിക്കൊണ്ടിരിക്കുന്നു, ഓരോ നിമിഷവും ഞാൻ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നു, ഓരോ നിമിഷവും ഞാൻ എൻ്റെ സക്സസ് ലൈഫിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു, ഓരോ നിമിഷവും എന്നിലുള്ള എല്ലാ ഭയവും അവസാനിച്ചുകൊണ്ട് നിർഭയനായി ഞാൻ മുന്നോട്ട് പോകുന്നു, ഓരോ നിമിഷവും വിജയിയായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു, വിജയമെന്നത് എൻ്റെ അവകാശം, ഞാൻ വിജയിയാണ്, ഏതു മേഖലയിലും ഞാൻ പ്രവർത്തിക്കുന്നുവെങ്കിൽ ആ മേഖലയിൽ വിജയിക്കാനുള്ള ഒരു കഴിവ് ഈ നാച്ചുറൽ എൻ്റെ ദൈവം പടച്ച തമ്പുരാൻ എനിക്ക് നൽകിയിട്ടുണ്ട്. ഈ യൂണിവേഴ്സ് എനിക്ക് മുന്നോട്ടു പോകാനുള്ള എല്ലാ അസംസ്കൃത വസ്തുക്കളും സഹായങ്ങളും നൽകും എന്ന രീതിയിൽ പോസിറ്റീവായിക്കൊണ്ട് കുറച്ച് വാക്കുകൾ നാം എഴുതി തയ്യാറാക്കി കാണാതെ പഠിച്ച് നിരന്തരമായി 21 ദിവസം തുടർച്ചയായി നാം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണ്. പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ്, പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്കുകൾ മനുഷ്യന്റെ ബ്രെയിനിൽ ഒരു പുതിയ വഴി തുറക്കുകയും ആ പോസിറ്റീവ് സെൽഫ് ടോക്കുകൾ ഏതൊക്കെ മേഖലയെ കുറിച്ചാണോ ആ മേഖലയിലൊക്കെ സക്സസ് ആകുന്ന രീതിയിലേക്ക് ആളുകൾ മാറുമെന്നും ന്യൂറോ സയന്റിസ്റ്റുകൾ പറയുന്നുണ്ട്. ന്യൂറോ സയൻസിൽ തെളിയിക്കപ്പെട്ട ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കും,
നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. ആങ്സൈറ്റി, സ്ട്രെസ് തുടങ്ങിയവ നമ്മളിൽ നിന്ന് ഇല്ലാതെ പോകും. മാനസിക ആരോഗ്യം വർദ്ധിക്കും. നമ്മളിലെ മോട്ടിവേഷൻ ലെവലും പ്രൊഡക്ടിവിറ്റിയും വർദ്ധിക്കും. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനും ഏത് സാഹചര്യത്തെ അഡാപ്റ്റ് ചെയ്യാനുമുള്ള ഒരു കഴിവ് നമുക്ക് ലഭിക്കും. ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമ്മളിൽ രൂപപ്പെടും. നമ്മുടെ റിലേഷൻഷിപ്പിനെയും കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെയും അത് സഹായിക്കും. നമ്മളെ കുറിച്ച് തന്നെ ഒരു അവയർനെസ് ലഭിക്കുകയും ഒരു ശുഭാപ്തി വിശ്വാസവും ഒരു ശുഭപ്രതീക്ഷയും നമ്മളിൽ വളരും. അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എൻവിറോൺമെന്റ് നമുക്ക് ചുറ്റും ഉണ്ടാവുകയും നാം എല്ലായ്പ്പോഴും പോസിറ്റീവായിരിക്കുകയും അതിലൂടെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് നടന്നെടുക്കാൻ കഴിയുകയും ചെറുപ്പകാലങ്ങളിലും അതോടൊപ്പം നമ്മുടെ ഇത്രയും കാലമുള്ള ജീവിതത്തിൽ നിന്നും നാം കേട്ടതും കണ്ടതും എക്സ്പീരിയൻസ് ചെയ്തതുമായ ഇമോഷനുകളിൽ നിന്ന് രൂപപ്പെട്ട നെഗറ്റീവ് ചിന്തകളെ മാറ്റി അവിടെ ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂറോ പാത്വേകൾ സൃഷ്ടിക്കുകയും അതിലൂടെ നമ്മുടെ സ്വഭാവം തന്നെ മാറുകയും നമ്മുടെ ചിന്തകൾ തന്നെ മാറുകയും വളരെ പോസിറ്റീവായി നമ്മുടെ സക്സസ് ലൈഫിലേക്ക് നമ്മുടെ ഗോളിലേക്ക് നടന്നെടുക്കാനും നമുക്ക് സഹായിക്കും. അതുകൊണ്ട് ഈ കാര്യങ്ങളെ എല്ലാ ദിവസവും എണീറ്റ ഉടനെയും കിടന്നുറങ്ങാൻ ബെഡിലേക്ക് പോകുന്നതിന് മുന്നെയും നാം തയ്യാറാക്കിയ അഫർമേഷൻസുകളും സെൽഫ് ടോക്കുകളും നാം ഉരവിട്ടുകൊണ്ട് വിശ്വാസത്തോടെ ഉറച്ച മാനസികാവസ്ഥയോടുകൂടി നാം അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിയും. അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.